നമസ്കാരം. ദേശാഭിമാനിയിലെ കള്ളൻ വിജയൻ വിവാദത്തിൽ ഒടുവിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കുറ്റസമ്മതം നടത്തി മലക്കം മറിഞ്ഞിരിക്കുകയാണ് എഡിറ്റോറിയൽ ബോർഡ് ചുമതലയുള്ള M. സ്വരാജ്. പുറത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വാരാന്ത്യ പതിപ്പ് വൈകിയത് കേവലം സാങ്കേതിക തടസ്സം മൂലം മാത്രമാണെന്ന് പരസ്യമായി തള്ളിമറിച്ച സ്വരാജിന് ഒടുവിൽ അടച്ചിട്ട മുറിയിൽ പാർട്ടി നേതാക്കളുടെ മുന്നിൽ വെച്ച് സത്യം വിളിച്ചു പറയേണ്ടി വന്നു. കഴിഞ്ഞ ഞായറാഴ്ച പുറത്തിറങ്ങേണ്ടിയിരുന്ന ദേശാഭിമാനി വാരാന്ത്യ പതിപ്പ് എന്തുകൊണ്ടാണ് ഇറങ്ങാതിരുന്നത് എന്നതിന് സ്വരാജ് നൽകിയ വിശദീകരണം ഒന്ന് കേൾക്കണം. ഒന്നാം പേജിൽ VS അച്യുതാനന്ദന്റെ ലേഖനവും അതേ പതിപ്പിന്റെ അവസാന പേജിൽ കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിൽ ഒരു ഫീച്ചറും വരുന്നത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും അനാവശ്യ വ്യാഖ്യാനങ്ങൾക്കും വഴിവെക്കുമെന്ന് കണ്ടാണ് വാരാന്ത്യ പതിപ്പ് അച്ചടിക്കുന്നത് തന്നെ നിർത്തിവെച്ചതത്രേ. VSന്റെ ചരമദിന അനുസ്മരണ പതിപ്പായി ഇറങ്ങേണ്ട ഒന്നിൽ അവസാന പേജിൽ കള്ളൻ വിജയൻ എന്ന് വലിയ അക്ഷരത്തിൽ വന്നാൽ അത് ആർക്ക് കൊള്ളുമെന്ന് സഖാക്കൾക്ക് കൃത്യമായി അറിയാമായിരുന്നു. ലേഖനം പിൻവലിക്കാൻ ചുമതലയുണ്ടായിരുന്ന വിജയൻ തയ്യാറാകാതെ വന്നതോടെയാണ് അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റിയതെന്നും പത്രം പിടിച്ചുവെച്ചെന്നും സ്വരാജ് യോഗത്തിൽ സമ്മതിച്ചു. ഇത്രയും നാൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കിയ സ്വരാജിന്റെ കള്ളത്തരങ്ങളാണ് ഇപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുന്നത്. എന്തായിരുന്നു ഈ ദേശാഭിമാനി വാരാന്ത്യ പതിപ്പിലെ കള്ളൻ വിജയൻ എന്ന നാടകം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അന്തരിച്ച മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് VS അച്യുതാനന്ദന്റെ അനുസ്മരണ ദിനത്തിന് മുന്നോടിയായി ദേശാഭിമാനി ഒരു പ്രത്യേക വാരാന്ത്യ പതിപ്പ് പ്ലാൻ ചെയ്യുന്നു. ആദ്യത്തെ പേജിൽ VSന്റെ ചിത്രം വെച്ച് അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള കവർ സ്റ്റോറിയും ലേഖനവും സഖാക്കൾ തയ്യാറാക്കി. എന്നാൽ അവസാന പേജ് സെറ്റിംഗ് കഴിഞ്ഞു വന്നപ്പോൾ അവിടെ വലിയ തലക്കെട്ടിൽ ഒരു ലേഖനം കള്ളൻ വിജയൻ. സാംസ്കാരിക പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രമേയത്തെ ആസ്പദമാക്കിയുള്ള ലേഖനമാണെങ്കിൽ പോലും ഇന്നത്തെ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വിജയൻ എന്ന പേരും അതിനൊപ്പം കള്ളൻ എന്ന വാക്കും ചേർത്ത് ഒരു CPM പാർട്ടി പത്രത്തിന്റെ അവസാന പേജിൽ അച്ചടിച്ചു വന്നാൽ എന്തായിരിക്കും സ്ഥിതി? ഒന്നാം പേജിൽ VSന്റെ വിപ്ലവഗാഥയും അവസാന പേജിൽ കള്ളൻ വിജയൻ എന്ന തലക്കെട്ടും. ഇത് കണ്ടതും എഡിറ്റോറിയൽ ടീമിലെ ഉന്നതരുടെ കാൽച്ചൂട്ടിലെ മണ്ണങ്ങ് ഒലിച്ചുപോയി. ഇത് നാളെ രാവിലെ പുറത്തു വന്നാൽ സോഷ്യൽ മീഡിയ നമ്മളെ ട്രോളും. സൈബർ സഖാക്കൾക്ക് പോലും ന്യായീകരിക്കാൻ ഉത്തരം കിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ വാരാന്ത്യ പതിപ്പ് അടിയന്തരമായി ഹോൾഡ് ചെയ്തു. ലേഖനം മാറ്റാൻ അജയനോട് ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം തയ്യാറായില്ല. ഒടുവിൽ അജയനെ ചുമതലയിൽ നിന്ന് തൂക്കിയെറിഞ്ഞതാണ് ഞായറാഴ്ച ഇറങ്ങേണ്ട പത്രം വൈകിപ്പിച്ച് തിങ്കളാഴ്ച ഇറക്കിയത്. ഇനി നമ്മൾ കാണേണ്ടത് ഈ വിഷയം പുറത്തു വന്നപ്പോൾ M. സ്വരാജ് എന്ന നേതാവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ന്യായീകരിച്ച ന്യായീകരണങ്ങളാണ്. മാധ്യമപ്രവർത്തകർ വളരെ മാന്യമായി ചോദിച്ചു, സ്വരാജ് KR അജയനെതിരെ നടപടിയെടുത്തോ? വാരാന്ത്യ പതിപ്പ് എന്തുകൊണ്ടാണ് ഞായറാഴ്ച ഇറങ്ങാതിരുന്നത്? ചോദ്യങ്ങൾക്ക് മറുപടിയായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പരിഹാസത്തോടെ എല്ലാ ആരോപണങ്ങളെയും നിഷേധിച്ച സ്വരാജ് ഒടുവിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചെന്നപ്പോൾ എല്ലാം ഏറ്റുപറഞ്ഞു. ഇരട്ടത്താപ്പാണ് M. സ്വരാജ് എന്ന നേതാവിന്റെ യഥാർത്ഥ മുഖം. മാധ്യമപ്രവർത്തകരെ പുച്ഛിച്ചാൽ സത്യം മൂടിവെക്കാമെന്ന് വിചാരിച്ച സ്വരാജിന് സ്വന്തം പാർട്ടി യോഗത്തിൽ തന്നെ നാണം കെട്ട് സത്യം പുറത്തു പറയേണ്ടി വന്നതിനേക്കാൾ വലിയൊരു അപമാനം ഇനി വരാനുണ്ടോ? സ്വരാജും CPM എന്ന പാർട്ടിയും ഇപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? കേരളത്തിലെ ജനങ്ങൾ ഇപ്പോഴും നേതാക്കൾ പറയുന്നതെല്ലാം വിശ്വസിക്കുന്ന വിവരമില്ലാത്ത ആളുകളാണ് എന്നാണ്. നേതാക്കൾ എന്ത് നുണ പറഞ്ഞാലും ദേശാഭിമാനിയിൽ എന്ത് അച്ചടിച്ചു വന്നാലും അത് വേദവാക്യമായി കണ്ട് തലയാട്ടിയിരുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു. 50-60 കൊല്ലം മുമ്പുള്ള അന്തമായ പാർട്ടി അടിമത്തത്തിന്റെ കാലത്താണ് സ്വരാജും കൂട്ടരും ഇപ്പോഴും ജീവിക്കുന്നത്. പക്ഷേ സ്വരാജ് ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് സാങ്കേതിക വിദ്യ വിരൽത്തുമ്പിൽ നിൽക്കുന്ന 2026 ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു ഇല അനങ്ങിയാൽ പോലും സെക്കൻഡുകൾക്കുള്ളിലാണ് വിവരങ്ങൾ ജനങ്ങളുടെ കൈകളിൽ എത്തുന്നത്. ഇതാണ് ഡിജിറ്റൽ കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് പത്രം അച്ചടിക്കാതിരുന്നിട്ട് സാങ്കേതിക തടസ്സമാണെന്ന് പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ നോക്കുന്നത്. ഒരു വീഴ്ച പറ്റുമ്പോൾ അല്ലെങ്കിൽ ഒരു എഡിറ്റോറിയൽ മിസ്റ്റേക്ക് ഉണ്ടാകുമ്പോൾ അതേ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി, അത് തിരുത്താൻ വേണ്ടിയാണ് പത്രം വൈകിയതെന്ന് തുറന്നു പറയാനുള്ള ചങ്കൂറ്റം സ്വരാജിന് ഇല്ലാതെ പോയി. ആദ്യം പരമാവധി ഉരുണ്ട് കളിക്കുക, മാധ്യമങ്ങളെ അധിക്ഷേപിക്കുക, ഒടുവിൽ പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ മാത്രം രക്ഷയില്ലാതെ കുറ്റം സമ്മതിക്കുക. ഇത് കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ല, ഇത് കേവലം ഭീരുത്വമാണ്. ദേശാഭിമാനിയിലെ കള്ളൻ വിജയൻ വിവാദം തെളിയിക്കുന്നത് ഒന്നു മാത്രമാണ്: ജനങ്ങളെ എല്ലാ കാലവും മണ്ടന്മാരാക്കി തിരുമണ്ടൻ ന്യായീകരണങ്ങൾ കൊണ്ട് ഭരിക്കാമെന്ന് പാർട്ടി നേതാക്കൾ ഇനി വിചാരിക്കേണ്ട. സ്വരാജിനെ പോലെയുള്ള യുവനേതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വിശദീകരണം നൽകുന്നതിന് മുൻപ് സത്യവും സുതാര്യതയും നിലനിർത്താൻ പഠിക്കണം. തെറ്റുപറ്റിയാൽ അത് ആദ്യമേ അംഗീകരിക്കാനുള്ള ആർജവമാണ് ഒരു ജനനായകന് വേണ്ടത്. അല്ലാതെ ആദ്യം കള്ളം പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയും പിന്നീട് പാർട്ടി യോഗത്തിൽ വന്ന് മാപ്പ് പറയുകയും ചെയ്യുന്ന നാടകമല്ല വേണ്ടത്.